ഇപ്പം വയനാട്ടിലത്തെ അവസ്ഥയാണിത്. ഇപ്പം വയനാട്ടിലത്തെ അവസ്ഥ പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന സീസണിൽ പോയി കഴിഞ്ഞാൽ ഇജാതി കോടാണ്. എന്ത് ജാതി കോടെന്ന് പറയുമോ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും, എനിക്കെന്നല്ല ആർക്കും ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകണതുകൊണ്ട് ഞങ്ങൾക്ക് റൂട്ട് അറിയണതുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോരുന്ന ഒരു വഴിയാണ്. ഞങ്ങളെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഇത് വണ്ടിക്കാർക്ക് വരാൻ കഴിയാത്തതുകൊണ്ട്, കയറി പോകാനും കഴിയാത്തതുകൊണ്ട് ഞങ്ങളെ ബാക്കിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. പക്ഷേ ഞങ്ങൾക്കും പതുക്കെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. നല്ല ലോഡാണ് വണ്ടി. അപ്പോൾ ഞങ്ങളും സെക്കൻഡ് ഗിയറിലൊക്കെ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോരില്ലാട്ടത്. നല്ല കോടാന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കോടയാണ്. ഇപ്പോൾ വയനാട് ഞങ്ങൾ 2 ദിവസം മുമ്പ് പോയതാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ക്ലോസാണ്, എല്ലായിടത്തും ക്ലോസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ് അലർട്ടാണ്. നല്ല മഴയാണ്. പക്ഷെ കോടുണ്ടല്ലോ, ഒന്നും പറയാൻ വയ്യ. കോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട കാണേണ്ട കാഴ്ച തന്നെയാണല്ലോ. പക്ഷെ കോടാന്ന് പറഞ്ഞാൽ കോടണ്ട് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. വയനാട് ലക്കിടി വ്യൂ പോയിൻ്റിൽ നിന്നാണ് തുടങ്ങിയാൽ വയനാട് വൈത്തിരി വരെ അങ്ങോട്ടും കോടയാണ്, നമ്മളെ ചുരം വൈദ്യ വരെ ഇങ്ങോട്ടും കോടയാണ്. നല്ല കോടയാണ്. അപ്പോൾ കാണാൻ പോണവരൊക്കെ ഇപ്പോൾ പോയാൽ സ്കൂൾ തുറക്കാൻ അടിച്ചുകൊണ്ടല്ലോ കാറൊക്കെ എടുത്ത് പോണവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയി കണ്ടുപോരും. കോട മക്കൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് കോടയെന്ന് പറഞ്ഞാൽ. ഒരു ഫോട്ടോസൊക്കെ എടുക്കുക. ഫോട്ടോസിലൊന്നും കാണൂല, എന്നാലും കോട വേറെ വൈബല്ലേ, അത് ആസ്വദിക്കണ്ടേ. ഓക്കെ, നല്ല കോടയാണ്. അപ്പം കുട്ടികളും മക്കളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോയി വരിക. ലക്കിടി വ്യൂ പോയിൻ്റ് വരെ പോയിട്ട് തിരിച്ചു പോന്നാലും പോയി. വയനാട് കറങ്ങാൻ എവിടെയില്ല, റെഡ് അലർട്ടാണ്. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. നല്ല കോട കാണാൻ നല്ല ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാട്ടോ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊരു 5-6 മിനിറ്റ് ഉണ്ട്, ഇങ്ങനെയാണ് കണ്ടു നോക്കി.